Get ready with me to college. ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഷർട്ടും ജീനും ആണ്. ഇട്ടിട്ട് വന്നാലോ? സോ ഇതാണ് കേട്ടോ ഔട്ട്ഫിറ്റ്. ഒരു കാഷ്വൽ ലുക്കാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഫസ്റ്റ് ന്യൂട്രിഡമിന്റെ മോയ്സ്ചറൈസർ ആണ്. എൻ്റെ സ്കിന്ന് കോമ്പിനേഷൻ സ്കിന്നാണ്. ടീസോണിന് മാത്രമേ ഓയിലി ആയിട്ട് നിൽക്കുള്ളൂ. സോ ഇവിടെയൊക്കെ എനിക്ക് ഡ്രൈ ആയിട്ടാണ് ഫീൽ ചെയ്യാറ്. അത്യാവശ്യം നല്ലോണം മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലെറ്റ് ഇറ്റ് ഡ്രൈ. ഓക്കെ, സോ മോയ്സ്ചറൈസർ നമ്മൾ സ്കിന്നിൽ അബ്സോർബ് ആയി. ഇനി സൺസ്ക്രീൻ. ഞാനിവിടെ ഡോട്ട് ആൻഡ് കീൻ്റെ SPF 50+ PA+++ന്റെ tinted sunscreen ആണ് ഞാൻ എടുത്തത്. I'm in the shade Sand. So ഇതിടാം. SPF ആയതുകൊണ്ട് കുറച്ച് അധികം ഇടണേ. ട്രസ്റ്റ് മീ ഗൈസ്, ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ പേടിയാവും എന്നെ കണ്ടാല്. ബട്ട് ട്രസ്റ്റ് ദ പ്രോസസ്. ടിൻറ്റഡ് സൺസ്ക്രീൻ ഇടുവാണെങ്കിലും നമ്മള് അത്യാവശ്യം നല്ലോണം ഇടണം. കാരണം ഇത് SPF അല്ലേ, ബ്ലെൻഡ് ആവുമ്പം ഈ ഒരു ലുക്ക് അങ്ങ് മാറിക്കോളും. നമ്മൾ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പം ഇത് നമ്മുടെ സ്കിൻ ടോണായിട്ട് ചേർന്ന് പൊക്കോളും. ഓക്കെ, കുറച്ച് നെക്കിലൂടെ അപ്ലൈ ചെയ്യാം. മൊത്തം ഓക്കെ ആയില്ലേ? ഇപ്പം എൻ്റെ സ്കിൻ ടോണുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഇനി നമുക്ക് ബ്ലഷ് ഇടാം. എൻ്റെ ഫേവറേറ്റ് കോസ്മെറ്റിക് പ്രോഡക്റ്റ് എന്താ നിങ്ങൾ ചോദിച്ചാൽ ഐ വുഡ് സേ ബ്ലഷ്. ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിലും ബ്ലഷ് ഇടാതെ ഞാൻ എവിടെ പോവാറില്ല. സോ ബ്ലഷ് ഇടാം. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നൈക്കയുടെ വിപ്ഡ് പോട്ട് ഇൻ ദ ഷെയ്ഡ് വിസ്ക് ആൻഡ് വെൻ. നമ്മൾ ചെറുതായിട്ട് ഡോട്ട് ചെയ്തിട്ട്, ആദ്യം കാണുമ്പോൾ കുറച്ച് പിഗ്മെന്റേഷൻ ഉണ്ടാവും കേട്ടോ. നല്ല പിഗ്മെന്റഡ് ആണിത്, കുഴപ്പമില്ല. നമ്മളിത് പൗഡർ വെച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ആയിക്കോളും. ഇങ്ങനെ ഒരു ബേൺഡ് ലുക്കാണ് ഇഷ്ടം. സോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. കുറച്ച് നമ്മൾ ചിന്നിലിടുക, ഇവിടെയും കുറച്ച് നമ്മളെ നോസിൻ്റെ അവിടെയും. ഓക്കെ, ഇനി നമ്മൾ സെറ്റ് ചെയ്യാം. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് ബേബി പൗഡറാണ്, ഹിമാലയൻ്റെ ബേബി പൗഡർ. ഇത് ഓവർ ഇടുന്നില്ല, ജസ്റ്റ് നമ്മളെ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇടുന്നത്. ഓക്കെ ഓക്കെ, ഓൾറൈറ്റ്. ഇനി നമ്മൾ ഒരു ലെയർ കൂടെ ഇടാം ബ്ലഷ്. അത് നമ്മൾ വളരെ മിനിമലായിട്ട് ഇട്ടാൽ മതി. ഓൾറെഡി താഴെ ഉണ്ടല്ലോ, സോ മിനിമലായിട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഫേസ് ഒന്ന് ബേക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത് ഫ്രം മെബലിൻ. നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുത്ത് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ മുകളിൽ ആൻഡ് നോസ് ആൻഡ് ദ ഫോർഹെഡ് ആൻഡ് ദ നെക്ക്. ഇല്ലേ, ഇപ്പോൾ ആ ടിൻറ്റഡ് സൺസ്ക്രീൻ ഇട്ട ആ ഒരു ഇതൊക്കെ പോയില്ലേ. സോ മസ്കാര ഇടാം. മസ്കാര ഇടുന്നതിന് മുമ്പേ ഓൾവേസ് ക്ലീൻ ഹിയർ, ഇവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ വാട്ടർ ലൈൻ്റെ അവിടെ കണ്ണുനീരൊക്കെ നിൽക്കുന്നതിനെ കൊണ്ട് വാട്ടറി ആയിട്ട് നിൽക്കും. സോ
ഗ്രാബ് യുവർ ഐലാഷ് കേളർ, എന്നിട്ട് കേൾ ചെയ്ത് കൊടുക്കാം. It will take some time. കുറച്ച് അപ്ലിഫ്റ്റ് ആയില്ലേ? ലാഷസ് കേൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാട്ടോ, സത്യം. ഇനി നമ്മൾ നമ്മുടെ മസ്കാര. ഓക്കെ, അപ്പം മസ്കാര ഇടാം. വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. ഓക്കെ, അപ്പം നമ്മളെ മുകളിലും ആവില്ല, വേറെ എവിടെയോ ആവാതെ കറക്റ്റ് ലാഷസ് തന്നെ ആവും. ഇത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എല്ലാരും ഇങ്ങനെ ആയിട്ട് കാണാൻ നല്ല ബോറാണ്. അപ്പോ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു കോട്ട് ഓക്കെ അല്ലാതാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദ സെക്കൻഡ് കോട്ട്. Let's go for kajal. So kajal ചെയ്യാം. Now let's go for the lip tint. ഞാൻ നേരത്തെ എടുത്ത ബ്ലഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അത് നമ്മുടെ ആപ്ലിക്കേറ്ററിൽ കുറച്ച് എടുത്തിട്ട് ഇട്ട് എടുക്കുക. വാവ്, നല്ലൊരു ഷെയ്ഡില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഒരു ന്യൂട്രൽ ലിപ് ഷെയ്ഡാണ് നോക്കുന്നതെങ്കിൽ യു കെൻ ജസ്റ്റ് ഗോ ഫോർ ദിസ്. എൻ്റെ ഫേവറേറ്റ് ആയി. ഒരു ടച്ചപ്പിന് വേണ്ടിയിട്ട് ലെറ്റ്സ് ലൈൻ ആർ ലിപ്സ്. ലൈൻ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. ലൈൻ ചെയ്താൽ നമ്മളെ ലിപ്പ് കുറച്ചുകൂടെ ജ്യൂസി ആയിട്ട് ഫീൽ ചെയ്യും. This was my makeup for the day. എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.